ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ സിസു ലിങ്ങിന്റെ അടുത്ത് ഞാനൊരു പെൺകുട്ടിനെ ലവ് ചെയ്തു, അവളുടെ പേരുണ്ടല്ലോ ലില്ലി, അതിമനോഹരമായിട്ടുള്ള പേരല്ലേ, അവൾ അത്രയ്ക്കും യൂണിക്കാണ്. അങ്ങനെ യൂണിക്കായത് കൊണ്ടാണ് എനിക്ക് അവളോടൊരു ക്രഷൊക്കെ തോന്നിയത്. എന്തൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം, ഇപ്പൊ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയും. ഹേയ് ബ്രോ, എന്തിനാണ് ഇത്രക്കും സെന്റി അടിക്കുന്നത്? ബ്രോഡ ആ ഒരു ലുക്ക്, ഡ്രസ്സിങ് സ്റ്റൈല് ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ബ്രോഡ പിന്നാലെ ഒരുപാട് പെൺകുട്ടികൾ നിരനിരയായി വരുമെന്നും പറഞ്ഞ് ജിസോന്റെ ID കാർഡ് എടുത്ത് നോക്കും. അപ്പോ ഷിങ്ചൻ കമ്പനിയിലാണ് ഇവൻ വർക്ക് ചെയ്യുന്നതെന്ന് ലിങ്ങിന് മനസ്സിലാകും. അല്ല, നിങ്ങള് ഷിങ്ചൻ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്റെ കസിനാണ്. കസിന്റെ പേര് മിസ്റ്റർ ഹാൻ. അതുമല്ലാണ്ട് എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ജിങ്ഷി, ലില്ലി. ഇനി ബ്രോ പറഞ്ഞു വരുന്നത് ആ ലില്ലിനെ കുറിച്ച് തന്നെയാണോ എന്ന് ചോദിക്കും. അയ്യോ, അറിയാൻ പാടില്ലാത്ത പയ്യന്റെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞപ്പോ ഇപ്പതേ അവൻ അടുത്ത് അറിയാവുന്ന ഒരു പയ്യനായിട്ട് മാറിയല്ല. ഒന്നും മിണ്ടാണ്ട് ചേട്ടാ, ഇതൊന്നും ആരുടെ ചെന്ന് പറയില്ലെന്ന് പറയും. ഏയ് ബ്രോ, അതൊന്നും ഞാൻ ആരുടെ ചെന്ന് പറയില്ല. ബ്രോ ഇപ്പൊ ഒരു പണി ചെയ്യുന്നു പറഞ്ഞ് അവന്റെ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ ചെയ്തോയും ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. ബ്രോ, ഞാൻ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്താൽ മതി, പിന്നെ എല്ലാവരുടെയും കണ്ണ് ബ്രോഡാ മേത്തായിരിക്കും എന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ നമ്മുടെ ജിസോ ഒരുമാതിരി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഒരുമാതിരി കുണുങ്ങി ഓഫീസിലേക്ക് നടന്നു വരും. എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. കുടിച്ചോണ്ടിരുന്ന വെള്ളം പോലും അവിടെയുള്ള സ്റ്റാഫൊക്കെ തുപ്പിക്കളയും. ആ ടൈമിനാണ് ലില്ലി ജിസോന്റെ അടുത്തേക്ക് വരുന്നത്. ജിസോ, ഇന്നത്തെ നിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇംപ്രസീവ് ആണെന്നും പറഞ്ഞ് നടന്നങ്ങോട്ട് പോകും. ഇതെന്താണ് ഇവൾ ഇംപ്രസീവ് ആണെന്ന് പറഞ്ഞത്? ഇത് കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ അല്ലെങ്കിൽ ഇവൾ എന്നെ കളിയാക്കിയതാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു പയ്യൻ വന്ന്, സാർ നിങ്ങളുടെ ഡ്രസ്സിങ് ഇന്ന് അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ഇനി വീണ്ടും ഇട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്നും പറഞ്ഞാണ് പുള്ളിക്കാരി പോകുന്നതെന്ന് പറയും. ഒന്ന് പോടാന്ന് പറഞ്ഞ ആ പയ്യനെ സിസോ ഓടിച്ചു വിടും. അതേ ടൈം സുഷി അവളുടെ അങ്കിളിനെ കാണാനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ഇപ്പോ ഈച്ചൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലാണ്, അവിടെയാണ് പുള്ളിക്കാരിയുടെ അങ്കിൾ ഇപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സുഷിനെ കാണുമ്പോ, എന്ത് പറ്റി മോളെ, നീ എന്നാ അങ്ങനെയൊന്നും കാണാനായിട്ട് വരാറില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ വഴി പോയപ്പോ ജസ്റ്റ് ഒന്ന് അങ്കിളിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുമല്ലാണ്ട് ഈച്ചന്റെ അടുത്ത് ഞാനാണ് അങ്കിളിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചെന്നും പറയരുത്, ചിലപ്പോ അവൻ അതറിഞ്ഞ സങ്കടാവൂന്ന് പറയും. ഇല്ല മോളെ, ഞാൻ എന്തായാലും പറയില്ല. ഈച്ചനുണ്ടല്ലോ നല്ല ടാലന്റഡ് ആണ്, നല്ല കഴിവുണ്ട്, അതേപോലെ നല്ല ഹാർഡ് വർക്കറും ആണെന്ന് പറയും. ആ അങ്കിൾ അവൻ നല്ല ടാലന്റഡ് ആണ്. അല്ല, ഇപ്പോ ഈച്ചനെ കാണാനേ ഇല്ലല്ലോ, എന്താ അവൻ തിരക്കാണോ എന്ന് ചോദിക്കും. ആ മോളെ, ജിങ്ഷൻ കമ്പനിയുടെ ക്ലിനിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോ അതിന്റെ തിരക്കിലാണ്. എന്തായാലും നീ അവനെ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയും. അതേ ടൈം ജിങ്ഷി യാനിന്റെ അടുത്തേക്ക് വരും. നമ്മുടെ ഹിൻഡർ ബോഡി കേജ് സ്കെൽറ്റനുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടെന്നും പറഞ്ഞ് ഒരു റിപ്പോർട്ട് എടുത്തു കൊടുക്കും. ഓക്കെ, നീ ഇപ്പോ കുറച്ച് ബിസി ആണല്ലോ, ഏത് വർക്കിലാണ് ഇത്രക്കും ബിസി ആയിട്ട് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിങ്ഷി വല്ലാണ്ട് യാനിനെ നോക്കും. നീ നോക്കണ്ട, കറക്റ്റ് ആണ് നീ ചിന്തിക്കുന്നത്, ഇത് ട്രാപ്പ് തന്നെയാണ്, നീ ചിന്തിച്ച് ആൻസർ പറയാനായിട്ട് പറയും. ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല, എന്തെങ്കിലും ഹിന്റ് കിട്ടുമോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലാന്ന് അപ്പൊ തന്നെ പറയും. ജിങ്ഷി അങ്ങനെ ആലോചിച്ച്, ആക്ച്വലി ഞാൻ ജർമ്മനിയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞാല് ജിങ്ഷന് തന്നെയല്ലേ നല്ലത്, പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ പൊസിഷനിങ്ങും ഇപ്പോ നടന്നുകൊണ്ടിരിക്കാന്ന് പറയും. ഓക്കെ, എന്തായാലും കൂടുതൽ പഠിക്കുന്നത് നിനക്ക് നല്ലതാണ്, എന്നാലും ഒരു സർക്കിളിൽ തന്നെ നീ നിൽക്കാനായിട്ട് പാടില്ല എന്ന് പറയും. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും. ഞാനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നീ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം, എല്ലാ പുതിയ അപ്ഡേറ്റ്സും പുറകെ എനിക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ജിങ്ഷി നേരെ വീട്ടിലേക്ക് വന്ന് പൂച്ചയുടെ കുറച്ച് പിക്കൊക്കെ എടുത്ത് യാനിനെ അഴിച്ചു കൊടുക്കും. അയ്യോ, അവൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു, നീ നന്നായിട്ട് ഫുഡ് കൊടുത്തെന്നും പറഞ്ഞ് യാനിന്റെ റിപ്ലൈ വരും. ഓക്കെ ബോസ്, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് ജിങ്ഷിയും അങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും. ആ ടൈമിന് നാൻസി അങ്ങോട്ടേക്ക് വരും. എന്താടി, വീണ്ടും ഫീൽഡ് ട്രിപ്പ് ആണോ എന്ന് ചോദിക്കും. അതേടി, ജർമ്മനിയിലേക്ക് പോവാണ്, മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണം, അതുകൊണ്ടാണ് ഫീൽഡ് ട്രിപ്പിനായിട്ട് ഞാൻ ജർമ്മനി സെലക്ട് ചെയ്തെന്ന് പറയും. എന്തായാലും പഠിക്കടി, ഫ്യൂച്ചറിൽ ഒരുപാട് പഠിക്കുന്നതൊക്കെ നല്ലതാന്നും പറഞ്ഞ് പൂച്ചക്കുട്ടിനെ രണ്ടുപേരും കൂടി തലോടിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ജിങ്ഷി, ഡാഹുവാൻ നീ എന്താണ് അനങ്ങാണ്ടിരിക്കുന്നത്, അമ്മക്ക് ചിറപ്പ് ചെയ്യുന്നില്ലെന്നും ചോദിച്ച് ആ പൂച്ചക്കുട്ടിനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. അതേ ടൈം യുഷിയാണെങ്കിലോ നേരെ ഈച്ചന്റെ അടുത്തേക്ക് ചെല്ലും. നീ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഹോസ്പിറ്റലില് നിനക്ക് ജോബിന് കയറാനായിട്ട് സാധിച്ചില്ലേ,
അപ്പോ ഇതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ, അപ്പൊ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ, വാ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്നും പറഞ്ഞ് അകത്തേക്ക് പോകും. ഈച്ചനാണെങ്കിലോ ശരിക്കും ഇത് ഞാൻ അച്ചീവ് ചെയ്യാൻ കാരണം നീ തന്ന സ്റ്റഡി മെറ്റീരിയലും നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത എല്ലാ ഉപകാരങ്ങളും ആണെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, വാ വന്നിരിക്കുന്നു പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ജിൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ലില്ലി, നീ എന്തായാലും അവിടെ ഒറ്റക്കാണല്ലോ താമസിക്കാനായിട്ട് പോകുന്നത്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ ഓടി അവിടെ എത്തിക്കോളാന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയ ഇപ്പോ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവളുടെ ലൈവ് കണ്ട് ലിങ് അവളുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നാൻസിക്ക് അയച്ചു കൊടുക്കും. ഞാൻ ലൈവിലാണെന്ന് അറിഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മാത്രം നീ ചെയ്യുന്ന പണിയല്ലേ ഇതെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ച് നാൻസി ലൈവ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയല്ല, നീ കഴിഞ്ഞ പ്രാവശ്യം ഈ ബാറിൽ വന്ന് ലൈവ് ഒക്കെ ചെയ്തത് കൊണ്ട് എനിക്ക് ഒരുപാട് പുതിയ ക്ലയൻസിനെ ഒക്കെ കിട്ടി, അതിന്റെ കമ്മീഷൻ നിനക്ക് തരണ്ടേ, ദേ ഇതിന്റെ കൂടെ ഞാൻ അതും കൂടി അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കുറച്ച് ക്യാഷ് നാൻസിക്ക് അയച്ചു കൊടുക്കും. അതേ ടൈം നമ്മുടെ ജിൻസി ഫ്ലൈറ്റിലേക്ക് കയറുമ്പോ അവിടെയാണെങ്കിലോ നമ്മുടെ ലിങ്ങും അസിസ്റ്റന്റ് നിൽക്കുന്നുണ്ട്. അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്നും പറഞ്ഞ് അവർക്കൊരു ഹായും കൊടുത്ത് ബാക്കിലെ സീറ്റിലേക്ക് ജിൻസി ചെന്നിരിക്കും. എന്താണ് നീ ഒറ്റക്ക് വന്നത്, അപ്പോ നിന്റെ ഫ്രണ്ട് നിന്റെ കൂടെ ഇല്ലേന്നും ചോദിച്ച് യാനിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. ഇല്ല, അവർക്ക് ഇവിടെ പണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്ക് പോകുന്നതെന്ന് പറയും. ആ ഓക്കെ, എന്തായാലും എയർപോർട്ടിൽ നിന്ന് ടാക്സി കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ ജിൻസിയും മെസ്സേജ് അയക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫ്ലൈറ്റും ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ജിൻസി ആണെങ്കിലും നല്ല ഉറക്കം. എയർ ഹോസ്റ്റസ് വന്നാണ് ജിൻസിനെ എഴുന്നേൽപ്പിക്കുന്നത്. എഴുന്നേൽക്കുമ്പോ പില്ലോ ഒക്കെ ഉണ്ട്. എന്തായാലും ഇത് ഞാൻ വെച്ചതായിരിക്കും എന്ന് ജിൻസിക്ക് മനസ്സിലാകും. അങ്ങനെ നേരെ യാനിന്റെ അടുത്തേക്ക് പില്ലോ കൊണ്ടുപോയി കൊടുത്ത് ഒരു താങ്ക്സ് ഒക്കെ പറയും. അല്ല, നിങ്ങൾ എന്തിനാണ് ഈ ജർമ്മനിയിലേക്ക് വന്നതെന്ന് ചോദിക്കും. അതൊരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നതാ. അല്ല, നീ ഏത് ഹോട്ടലിലാ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിക്കും. വീക്കെൻഡ് ഹോട്ടലെന്ന് ജിൻസിയും പറയും. ഓ, ഞാനും അതേ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ മുന്നോട്ട് നടക്കും. അസിസ്റ്റന്റ് ആണെങ്കിലും അപ്പോഴാണ് റൂം ആ ഒരു ഹോട്ടലിൽ ബുക്ക് പോലും ചെയ്യുന്നത്. അങ്ങനെ ആ കാറിലിരുന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജിൻസി അവളുടെ ഫീൽഡ് ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ യാനിന് കാണിച്ചു കൊടുക്കും. യാനും അതിൽ നിന്ന് 2-3 കമ്പനീസ് ഒക്കെ വിട്ടുകളഞ്ഞ് ഈ 3 കമ്പനീസ് മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, എന്നാലേ നിനക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഒരു ചെറിയ അഡ്വൈസ് ഒക്കെ കൊടുക്കും. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. യാനിന്റെ ഫോട്ടോ കണ്ട് ഓ, ഈ ഐഡിയയില് നിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് ജിൻസി നേരെ റൂമിലേക്ക് പോകും. അവിടെ ചെന്ന് അപ്പൊ തന്നെ പുള്ളിക്കാരി റെഡിയായി പുറത്തേക്ക് ഇറങ്ങും. ഞാനാണെങ്കിലോ പുറത്ത് വന്ന് നിൽക്കാണ്. ഹലോ മിസ്റ്റർ യാൻ, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് നിന്നു, അത്രേ ഉള്ളൂ. അല്ല ജിൻസി, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും. എന്തായാലും നാളെ മുതലാണല്ലോ ഫീൽഡ് ട്രിപ്പിന് ഇറങ്ങേണ്ടത്, അപ്പോ ഇന്ന് ഇവിടെ മൊത്തം ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയും. ഓ, ഞാനും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമായിരുന്നു, എന്തായാലും വാ നമുക്ക് ഒരുമിച്ച് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങും. ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം കണ്ട് ജിൻസി ആണെങ്കിലും അതിന് നടുക്കേക്ക് ഓടി ഇങ്ങനെ പോകും. അപ്പൊ തന്നെ പ്രാവെല്ലാം പറന്നു പോകും. അയ്യോ, ഞാൻ ഇവരുടെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, ഇപ്പൊ ഈ പ്രാവെല്ലാം പറന്നു പോയല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അതിന് നീ ഇങ്ങനെ ഓടി കയറേണ്ട ആവശ്യമൊന്നുമില്ല, ആദ്യം നീ അതിന് കുറച്ച് ഫുഡ് കൊടുക്കണം, അപ്പോ പ്രാവുകളെല്ലാം തിരിച്ചു വന്നോളൂ എന്ന് പറയും. അങ്ങനെ ജിൻസിയും അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോ കുറച്ചു മാറിയും വയസ്സായിട്ടുള്ള 2 കപ്പിൾസ് വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് കാണും. ഇത് കാണുമ്പോൾ ഇവൾക്കൊരു സന്തോഷം വന്ന് അവരുടെ ഫോട്ടോസ് എടുക്കാനായിട്ട് പോകുമ്പോ തന്നെ ഞാൻ വന്ന് സ്റ്റോപ്പ് ചെയ്ത്, നീ അവരുടെ പിക്ക് എടുക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങണം, അല്ലാണ്ട് ഇവിടെ അതൊന്നും നടക്കില്ല എന്നറിയും. ഇങ്ങനെയൊക്കെയാണോ ഇവിടെ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആ കപ്പിൾസ് തന്നെ ഇവരുടെ അടുത്തേക്ക് വരും. അവരുടെ ഒരു ഫോട്ടോസ് എടുത്തു കൊടുക്കാനും പറയും. ജിൻഷിക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല, ഇവര് ജർമ്മൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ ഞാനും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അതിനെന്താണ്, ഞാൻ ഫോട്ടോ എടുത്ത് തരാന്നും പറഞ്ഞ് അപ്പൊ തന്നെ നിന്ന് ജിൻഷിയും ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഇവരുടെ എടുത്തു കൊടുക്കും. അങ്ങനെ എടുത്ത ഫോട്ടോസ് ഒക്കെ ആ ലേഡിക്ക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റേ ആളാണെങ്കിലും നിരയാനിന്റെ അടുത്തേക്ക് വരും. അതാരാണ് മോനെ, നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കും. ഇതുവരെ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല എന്നറിയും. എന്തായാലും ഉണ്ടല്ലോ, ആ പെൺകുട്ടി ഭയങ്കര ക്യൂട്ടാണ്, കാണാനൊരു ഏഞ്ചലിനെ പോലെയാണ്, നീ അവളെ വളച്ചെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നറിയും. ആ, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്കും അറിയാന്ന് ഞാനും പറയും. അങ്ങനെ ആ കപ്പിൾസ് പോവാൻ നിൽക്കുന്ന ടൈമിന് ജിൻഷിനെ നോക്കി, നീ ഭയങ്കര ക്യൂട്ടാണ്, പിന്നെ ഫോട്ടോസ് എടുത്ത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞു പോകും. ഇവൾക്ക് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പൊ തന്നെ ഞാൻ വന്ന്, നിനക്ക് എന്താണ് അവര് പറഞ്ഞതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. അവരതിന് എന്റെ അടുത്ത് താങ്ക്സ് അല്ലേ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയും. ഓഹോ, അങ്ങനെയായിരുന്നോ, അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യവും കൂടി പറഞ്ഞല്ലോ, അത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും.
അതെനിക്ക് മനസ്സിലായില്ല, അത് മാത്രമേ എനിക്ക് മനസ്സിലായില്ല എന്ന് ചമ്മിനാർ നമ്മുടെ ജിൻഷിയും പറയും. വേറൊന്നല്ല, നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞിട്ട് പോയെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജിൻഷിക്ക് വല്ലാത്ത നാണമൊക്കെ വരും. അതിനുശേഷം പ്രാവുകളുടെ ഇടയിലേക്ക് കയറി നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് ഞാനും അവന്റെ ഫോൺ എടുത്ത് ഇവളുടെ പിക്സ് ഒക്കെ ക്ലിക്ക് ചെയ്യാനും തുടങ്ങും. ഒരു ഘട്ടത്തില് നമ്മുടെ ജിൻഷി ആണെങ്കിലോ ഇവൻ ഫോട്ടോ എടുക്കുന്നത് കാണും. എന്നാലും അതിനൊരു എതിർപ്പും പറയാണ്ട് ഓരോരോ പോസ് കൊടുക്കും. അങ്ങനെ ഇവൻ അവളുടെ ഫോട്ടോ എടുക്കുന്നു, അവൾ ഇവളുടെ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഫോട്ടോസ് എടുത്ത് പോസ് കൊടുത്ത് അവസാനം ഇവർ രണ്ടും അടുത്തടുത്തൊക്കെ വന്ന് നിൽക്കും. അവിടെ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഞാൻ എടുത്ത ഫോട്ടോസ് ഒക്കെ നമ്മുടെ ജിൻഷി ലില്ലിക്കായിട്ട് അയച്ചു കൊടുക്കും. ഈ പിക്സ് എല്ലാം കണ്ട് ലില്ലിയും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ ഈ സോയു വന്ന് എന്താ നീ ഇത്രക്കും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേന്ന് എന്നെ ചോദിക്കും. ഞാൻ ജിൻഷിയുടെ പിക്സ് ഒക്കെ കണ്ട് ചിരിച്ചു പോയതാന്ന് പറയും. ഇത് കാണുമ്പോ ഈ സോയു നിനക്ക് ജർമ്മനി ഇഷ്ടമായോ? നിനക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ജർമ്മനിയിലേക്ക് പോവാന്ന് പറയും. അല്ല ജിൻഷി ഇപ്പോ ജർമ്മനിയിലാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, അത് നീ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എന്നെ ചോദിക്കും. ഞാൻ ഓൾറെഡി ജർമ്മനിയിൽ പലതവണ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പിക്ക് കണ്ടപ്പോ തന്നെ അവള് ജർമ്മനിയിലാണെന്ന് മനസ്സിലായെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിൻഷി ആണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റ് ഓരോന്നോരോന്നായിട്ട് എടുത്തോണ്ടിരിക്കും. ഇത് കാണുമ്പോ ഞാൻ അല്ല നിന്റെ ഫ്രിഡ്ജ് അത്രക്കും വലുതാണോ, ഒരുപാട് മാഗ്നറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന് എന്നെ ചോദിക്കും. എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനും കൂടിയാ വാങ്ങിയെന്ന് പറഞ്ഞ് ഞാനും കൂടി വേണ്ടിയിട്ട് ഒരു ബിയർ ഗ്ലാസിന്റെ മാഗ്നറ്റ് എടുത്തു കൊടുക്കും. ഇത് കാണുമ്പോ ഞാനും അതിന് ഞാൻ കുടിക്കാറില്ലല്ലോ എന്ന് എന്നെ ചോദിക്കും. എനിക്കറിയാം നിങ്ങൾ കുടിക്കില്ലാന്ന്, വെറുതെ ടോസ് ചെയ്യുമ്പോ ഇതവിടെ വെക്കാലോ എന്റെ ഒരു ഓർമ്മക്കായിട്ട്, എന്തായാലും അത് വെച്ചോന്ന് പറയും. ആ ഓക്കെ ഞാൻ വെച്ചോളാം. അല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത് പഠിക്കാനായിട്ടല്ലേ, അപ്പൊ നിന്റെ ഫുൾ ഫോക്കസും അതിൽ തന്നെ വെക്കണം, അല്ലാണ്ട് നിന്റെ മൈൻഡ് ഒന്നും ഡൈവേർട്ട് ആയി പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിലും അവിടെ നിന്ന് അഡ്വൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഇവളാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ദേ ഈ മാഗ്നറ്റ് എങ്ങനെയുണ്ട് കൊള്ളാലേ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഫേസിലേക്ക് നോക്കും. ആ ഓക്കെ ഓക്കെ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിൻഷി പഠിക്കാനായിട്ട് ഇറങ്ങും. അതേപോലെ ഫീൽഡ് ട്രിപ്പിനും ഇറങ്ങും. അവളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് സേവും ചെയ്യുന്നുണ്ട്. അതേ ടൈം ഞാനിനെ കാണിക്കാണ്. എന്റെ നാളത്തേക്കുള്ള എല്ലാ മീറ്റിംഗ്സും നീ മാറ്റി വെക്കണമെന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞ് ജിൻഷിക്ക് മെസ്സേജ് അയക്കും. നീ ഫ്രീ ആണോ എന്ന് എന്നെ ചോദിക്കും. 5 മിനിറ്റിനുള്ളിൽ ഞാൻ ദേ ഹോട്ടലിലേക്ക് തിരിച്ചെത്തുമെന്നും പറഞ്ഞ് ജിൻഷിയുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. അങ്ങനെ ഞാൻ നേരെ ജിൻഷിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. ജിൻഷിയും ഒരു കഫറ്റേരിയയില് ഞാനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞാൻ നേരെ അവളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും. ഫീൽഡ് ട്രിപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നെ ചോദിക്കും. നല്ല രീതിയിൽ പോയി, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്റെ കൂടെയുള്ളവരെല്ലാവരും നല്ല ഹമ്പിൾ ആയിട്ടാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ഞാൻ എന്താ നീ ഇങ്ങനെ വളച്ചു കെട്ടുന്നത്, എന്താണെങ്കിലും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞോന്ന് പറയും. എന്തായാലും 2 ദിവസത്തിനുള്ളില് ഞാൻ നാട്ടിലേക്ക് പോകും. അതിനുള്ളില് നിങ്ങളുടെ ഡാങ്ങിയാന്റെ ആ ഒരു പ്ലേസും കൂടി കാണണമെന്ന് എനിക്കുണ്ട്, കാണിച്ചു തരുമോ എന്ന് എന്നെ ചോദിക്കും. ആ ഓക്കെ നമുക്ക് പോവാം, നാളെ 2 മണിക്ക് നീ റെഡി ആയിട്ടിരുന്നോന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നമ്മുടെ യാനിന്റെ ആ ഒരു പ്ലേസിലേക്ക് ജിൻഷിനെയും കൂട്ടി പോവാണ്. ഇതാണ് R&D സെന്റർ, ഇതാണ് ലാബ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ജിൻഷിക്ക് കാണിച്ചു കൊടുക്കും. അതിനുശേഷം രണ്ടുപേരും കൂടി R&D സെന്ററിലേക്ക് ചെല്ലും. അവിടെ ഒരു റോബോട്ട് വന്ന് ആ റോബോട്ട് തന്നെ എല്ലാ പ്ലേസും ചുറ്റി കാണിച്ചൊക്കെ കൊടുക്കും. പിന്നെ യാനിന്റെ വക യാനും കാണിച്ചൊക്കെ കൊടുക്കും. ഒരുപാട് ടെക്നോളജീസ് ഒക്കെ അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുമല്ലാണ്ട് ഇവരുടെ ഫെയിലിയർ പ്രോജക്റ്റ് പോലും അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ജിൻഷി അല്ല ഇത് ഫെയിലിയർ പ്രോജക്റ്റ് അല്ലേ, എന്തിനാണ് ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫെയിലിയറിൽ നിന്നാണല്ലോ നമുക്ക് സക്സസ് കിട്ടിയത്, അപ്പൊ അത് കാണുമ്പോ ഒരു ഇൻസ്പിറേഷൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാന്ന് പറയും. അതിനുശേഷം ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് കൊണ്ടുപോകും. വർക്ക് പ്രഷർ അധികമാകുമ്പോൾ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷി ഒരു ബോൾ എടുത്ത് ത്രോ ചെയ്യും. പക്ഷെ കറക്റ്റ് ആയിട്ട് അത് എത്തിയില്ല. അങ്ങനെയല്ല ത്രോ ചെയ്യേണ്ടത്, ഈ ഒരു പൊസിഷൻ ആണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ അവളുടെ കൈയൊക്കെ പിടിച്ച് പൊസിഷനൊക്കെ കാണിച്ചു കൊടുക്കും. ഇവൾ ആ ബോളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനിനെ തന്നെ വല്ലാത്തൊരു ഫീലോട് കൂടി നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു പൊസിഷനൊക്കെ നോക്കി രണ്ടുപേരും കൂടി ഒരുമിച്ച് ത്രോ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ബോള് ബാസ്കറ്റിൽ ചെന്ന് വീഴും. ഇത് കാണുമ്പോൾ ജിൻഷിയും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഞാൻ ബോൾ എടുക്കും. അങ്ങനെ പോകും. ഞാൻ എന്റെ ഫുൾ ഫോക്കസും നമ്മുടെ ജിൻഷിയിലാണ്. ജിൻഷിയുടെ ആ ക്യൂട്ട് ഫേസ് കണ്ട് പുള്ളിക്കാരനും ഭയങ്കര ഹാപ്പിയാണ്. അവസാനം ജിൻഷി ഞാനിന്റെ അടുത്ത് നിന്നും ബോള് നൈസായിട്ട് എടുത്ത് ബാസ്കറ്റിലേക്ക് എറിയാനായിട്ട് പോകും. ഞാനപ്പോ തന്നെ ചെന്ന് ജിൻഷിനെ പൊക്കിയെടുക്കും. അങ്ങനെ ജിൻഷിയും കറക്റ്റ് ആയിട്ട് ബോള് ത്രോ ചെയ്യും. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈവനിങ് ആവുമ്പോൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലും. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഒരു വെയിട്രസ് ഒരു ബിയർ ഗ്ലാസുമായിട്ട് പോകുന്നത്. അയ്യോ ഇവിടെ ബിയറൊക്കെ കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബിയർ വേണമെന്ന് അറിയും. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യും. എന്നാലും അധികം കുടിക്കാനൊന്നും നിൽക്കണ്ടെന്ന് അറിയും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്നാ ഒരു കുടി
കൂട്ടുകാരിനെ പോലെയാണല്ലോ നോക്കുന്നറിയും. അതെ, പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം ഒരു അഡ്വൈസ് തന്നേന്നറിയും. ഇത് കേൾക്കുമ്പോൾ ജിങ്ഷിയും ചിരിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഇവർ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വരും. രണ്ടുപേരും കൂടി ഇരുന്ന് ഡ്രിങ്ക് ചെയ്യും, ഫുഡൊക്കെ കഴിക്കും. ഇന്നെന്തായാലും ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. നീ കാരണം കുറച്ച് സ്ട്രെസ് റിലീഫൊക്കെ കിട്ടി. ഇന്ന് നല്ല ഫണ്ണായി പോയി. ഞാൻ ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നറിയും. എന്തു പറ്റി നിനക്ക്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലാന്ന് പറയും. നീ എന്തായാലും ഓവർ സ്ട്രെസ് എടുത്ത് വർക്കൊന്നും ചെയ്യണ്ട, പതിയെ ചെയ്താലും മതി. പതിയെ ചെയ്തു എന്ന് വെച്ച് ഞാൻ ഷിങ്ഷനില് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കില്ല എന്ന് പറയും. അല്ല, മറ്റ് ഇൻവെസ്റ്റേഴ്സ് എല്ലാരും ഇട്ട ക്യാഷിനെല്ലാം അധികം എടുക്കണമെന്നല്ലേ ചിന്തിക്കാറുള്ളൂ. നീ ഇനി ഞങ്ങളുടെ കമ്പനി അത്രക്കും ചെറുതായത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ മറ്റുള്ളവരെ ബീറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് പോവാൻ പാടില്ല. നീ നിന്റെ കാര്യത്തില് ഫോക്കസ്ഡ് ആയിരിക്കണം. അങ്ങനെ ഫോക്കസ് ആയിട്ട് പോയി കഴിഞ്ഞാല് നിന്റെ അച്ചീവ്മെന്റ് നിന്റെ കയ്യിൽ തന്നെ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പൊ തന്നെ ജിങ്ഷി, നീ ഇന്ന് കുടിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ട് നിനക്ക് പറ്റുന്നുണ്ടല്ലോ. അതെന്തായാലും എനിക്ക് ഇഷ്ടമായി എന്നും പറഞ്ഞ് കുറച്ച് ബിയർ എടുത്ത് അങ്ങോട്ട് കുടിക്കും. ദേ, വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞ് ഓവറായിട്ടൊന്നും കുടിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. മനസ്സിന് അധികമായിട്ടുള്ള സന്തോഷം വരുമ്പോഴാണ് ആളുകൾ ഡ്രിങ്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യം നീ കേട്ടിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല ജിങ്ഷി, നീ അത്രയ്ക്കും ഇന്ന് ഹാപ്പി ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആന്ന് പറയും. അതെന്തുകൊണ്ടാണ് നീ ഹാപ്പി ആയി എന്ന് ഇങ്ങനെ ചോദിക്കും. ജിങ്ഷി ആണെങ്കിലോ ഒന്നും പറയാണ്ട് ഞാനിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ശരിയെന്ന് പറഞ്ഞ് ഞാനും വിടും. അപ്പൊ തന്നെ ജിങ്ഷി, ഇവിടത്തെ മ്യൂസിക് ഉണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട്. നീ കുടിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് നിൽക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി പുറത്തേക്ക് നടക്കും. ഞാനതിന് 2 ഗ്ലാസ് അല്ലേ ബിയർ കുടിച്ചുള്ളൂ, ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞാണ് ജിങ്ഷി നടന്നു പോകുന്നത്. ആ ടൈമിന് ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി വന്ന് യാനിനെ കണ്ട് യാനിന്റെ അടുത്ത് എന്തോ പറഞ്ഞിങ്ങനെ നടന്നങ്ങട് നീങ്ങും. ഇത് കാണുമ്പോ ജിങ്ഷിയും, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഒരുപാട് നാള് ജർമ്മനിയിൽ ഉണ്ടായിരുന്നതല്ലേ, എന്നിട്ട് ഒരു പെൺകുട്ടിനെ പോലും ഡേറ്റ് ചെയ്തിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലാന്നപ്പൊ തന്നെ പറയും. അതെന്തുകൊണ്ടാന്ന് ഇങ്ങനെ ചോദിക്കും. ഇങ്ങോട്ടേക്ക് വരാനും ഇവിടെ സെറ്റിൽ ആവാനും ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനും അതിനുശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും മാത്രമേ എനിക്ക് ടൈം തികഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെ ലവ് ചെയ്യാനാണ്? എന്തായാലും നീ ആ കാര്യത്തിൽ ബെസ്റ്റ് ആണ്. നിന്റെ കരിയർ നീ നല്ല രീതിക്ക് കൊണ്ടുപോയി, നിന്റെ ലൈഫും നീ നല്ല രീതിക്ക് കൊണ്ടുപോയി. അപ്പോ നീ സൂപ്പറാന്ന് പറയും. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സർക്കാസ്റ്റീവായിട്ട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ, അപ്പോ നിനക്ക് കാര്യം മനസ്സിലായി. എന്തായാലും ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് നീ ഒന്ന് ഗസ് ചെയ്യാനായിട്ട് പറയും. ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. ഓക്കെ, എന്നെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം എന്നും പറഞ്ഞ് ജിങ്ഷിന്റെ അടുത്തേക്ക് വരും. ജിങ്ഷി ആണെങ്കിലോ ഇവനെ കണ്ട് പേടിച്ച് വീഴാനായിട്ട് പോകും. അങ്ങനെ തന്നെ ഞാൻ പേടിച്ചു നിർത്തി ജിങ്ഷിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.